നാളെ അമ്പലത്തിൽ പോകാൻ വരണേ. വരാൻ ചേച്ചി. എന്നാലേ വീട്ടിൽ പോയി കാപ്പിയൊക്കെ കുടിച്ചിട്ട് നിനക്ക് പോവാം. എനിക്ക് പഠിക്കാൻ പോണല്ലോ. അതിന് ഇനിയും സമയമുണ്ടല്ലോ. പിടിച്ച് കേരള നേരമോള് ബംഗ്ലാലേക്ക് നീ വെക്കോ. എന്നെ നശിപ്പിക്കരുതേ, എന്നെ വിടൂ. നിന്നെ വിടാനോ? നിന്റെ അച്ഛൻ എന്നോട് ചെയ്തതിന്റെ പ്രതികാരമാണ് ഇത്. പിന്നെ അതെല്ലാം ഞാൻ ഇത്രയും പാടുപെട്ട് ശീലാവധി ചമ്മയാതിരി ഇനിയിപ്പോ ഓടി വരും നിന്റെ അച്ഛനും അതിലേക്ക് സഹായിക്കാൻ. ഇനി ഇവിടെ വരാനാ പറയുന്നത്. ഉണ്ണി എന്താ മോനെ? ചേച്ചി അലക്സാണ്ടർ മുതലാളിയുടെ ആൾക്കാരെ പിടിച്ചോണ്ട് പോയി. എങ്ങോട്ട്? എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക്. ഇവളെ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞേക്ക്. മോളെ 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 കരയാതെ മോളെ കരയാതെ. നിന്നെ നശിപ്പിച്ചവൻ ഞാൻ കൊന്നു മോളെ. അയ്യോ അച്ഛാ, ഇവനല്ല, അലക്സാണ്ടറാണ് എന്നെ നശിപ്പിച്ചത്. മോളെ ഇവിടെ നടന്നുവെന്നും ആരും അറിയില്ല. അറിഞ്ഞാൽ മോളെക്കുറിച്ചുള്ള അച്ഛന്റെ പ്രതീക്ഷകളെല്ലാം തകർന്നു പോകും. വരൂ മോളെ വരൂ. എന്നൊക്കെ
അച്ഛന്റെ വാച്ച്. ഈശ്വര, എന്റെ കുഞ്ഞിന്റെ ജീവിതം പാഴായി പോയല്ലോ. ലക്ഷ്മി, ഇതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടിയാണ് ഇനി ഞാൻ ജീവിക്കുന്നത്. വിജയനും രാജനും ഇതറിയരുത്. അറിഞ്ഞാൽ അവരും കൊലയാളികളാകേണ്ടി വരും. ഞാൻ പോവുകയാണ്. അലക്സാണ്ടർ എവിടെ ഉണ്ടെങ്കിലും ഞാൻ അവനെ കണ്ടുപിടിക്കും. മോളെ, എന്റെ മോളെ. സാർ, ഒരു ടൂർ കഴിഞ്ഞ് ഇന്നാണ് ഞാൻ മടങ്ങിയെത്തിയത്. എന്റെ ബംഗ്ലാവിൽ വെച്ച് ഇങ്ങനൊരു സംഭവം നടന്നു എന്നറിഞ്ഞപ്പോൾ ഞാൻ ആകെ വിഷമിച്ചു പോയി സാർ. മിസ്റ്റർ അജൻ, ഇതുവരെ നമുക്ക് കിട്ടിയ തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ രാഘവനെ കൊന്നത് കമ്മീഷണറാണെന്ന് വ്യക്തമാണ്. ഈ കൊലപാതകം നടക്കാനുള്ള കാരണവും ഞാൻ പറയാം സാർ. എന്റെ പിയെ ഒരു പെൺകുട്ടിയുണ്ട്, വത്സ. മരിച്ചുപോയി രാഘവന്റെ പെങ്ങൾ. മിസ്റ്റർ രാജൻ, അച്ഛനെ കുറിച്ച് ദോഷം പറയുന്നതിൽ ക്ഷമിക്കണം സാർ. കമ്മീഷണർക്ക് ആ പെൺകുട്ടിയുടെ അല്പം ഭ്രമം ഉണ്ടായിരുന്നു. എന്റെ ഹോട്ടലിൽ വെച്ച് തന്നെ രണ്ടുപേരെയും ഞാൻ പിടികൂടിയിട്ടുണ്ട്. ആ വിരോധം കൊണ്ടാണ് അഭിമാനത്തോട് ജീവിച്ചിരുന്ന എന്നെ കമ്മീഷണർ അറസ്റ്റ് ചെയ്യിപ്പിച്ചത്. ആ പെൺകുട്ടി എവിടെയുണ്ട്? ഇവിടെ തന്നെ ഉണ്ട് സാർ. വത്സലേ, ഇദ്ദേഹം പറയുന്നതൊക്കെ സത്യമാണോ? അതെ സാർ, കമ്മീഷണർ എന്നെ കാണാൻ വന്നത് ചേട്ടന് ഇഷ്ടമായില്ല. അങ്ങനെയാണ് ഈ കൊലപാതകം നടന്നത്. ഈ സ്ത്രീയുടെ മൊഴി കൂടെ മത്സരിച്ചേർത്തോളൂ.